താമരയിൽ നിന്നും തേൻ ഒഴിയും, ജീവനിൽ നിന്നും നീ കുടിക്കും. മരുപ്രയാണം കഴിയും വരെ മറയ്ക്കുമവൻ എൻ്റെ ചിറകടിയിൽ. മരുപ്രയാണം കഴിയും വരെയും മറയ്ക്കുമവൻ തൻ്റെ ചിറകടിയിൽ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമാ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമാ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് ഇടപെടുന്ന വചനം 78-ാം സങ്കീർത്തനം, അതിൻ്റെ 15-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്ന് ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിക്കുവാൻ കൊടുത്തു. പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ളം നദികളെപ്പോലെ ഒഴുകുമാറാക്കി. ഒന്നുമില്ലാത്ത മരുഭൂമിയിലൂടെ ദൈവം തൻ്റെ ജനത്തെ നടത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചെയ്ത മഹാത്ഭുതങ്ങളിലൊന്നാണ് ഈ ഭാഗം. അപ്പം ദൈവം അവരെ നടത്തിയത് മരുഭൂമിയിലൂടെ. പക്ഷേ കൊരിന്ത്യ ലേഖകൻ പറഞ്ഞേക്കുന്നത് നമ്മുടെ പിതാക്കന്മാർ മേഘത്തിന് കീഴിലാണെന്ന്. മരുഭൂമി എന്ന് പറയുമ്പോൾ ആത്മാവിൽ കണ്ടപ്പോൾ പറയുകയാണ് അത് മേഘത്തിന്റെ കീഴിൽ. ലോകത്തിന് നമ്മൾ പോകുന്നത് മരുഭൂമിയായിരിക്കും, പക്ഷെ നമ്മൾ സത്യത്തിൽ ഒരു AC-യുടെ കീഴിൽ യാത്ര ചെയ്യുന്ന പോലെ. ആ മരുഭൂമിയുടെ യാത്രയിൽ ദാഹജലത്തിന് വേണ്ടി ഒരു നിലവിളി ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ ദൈവത്തിന് അറിയാം അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ, കുടിക്കാൻ കൊടുക്കാൻ, ഉടുക്കാൻ, എല്ലാം കൊടുക്കാൻ കർത്താവിനറിയാം. പക്ഷേ ചിന്താകുലത്താൽ ഇവർ ദൈവത്തോട് നിലവിളിക്കുകയും മത്സരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ദൈവം അവിടെ ഒരു അത്ഭുതം ചെയ്താണ്. അവൻ പാറയിൽ നിന്ന് പാറകളെ പിളർന്നു. അവിടെ അല്പം വെള്ളം വന്നെന്നല്ല പറഞ്ഞത്, ആഴികൾ എന്ന പോലെ ധാരാളം വെള്ളം കുടിപ്പാൻ കൊടുത്തു. അടുത്ത വാക്കുണ്ട്, സ്തോത്രം, അമേൻ. പാറയിൽ നിന്ന് ഒഴുക്കുകൾ പുറപ്പെട്ടു, വെള്ളം നദികൾ പോലെ ഒഴുകി. എന്നോർത്തൊരു പാറക്കിട്ട് അടിച്ചപ്പം ആഴികി തുറന്നതുപോലെ തുറന്നു, നദികൾ ഉണ്ടായെന്നവർ. ദൈവം അസാധ്യതയുടെ നടുവിൽ നിനക്കൊന്ന് തുറന്നാൽ അത് അല്പമോ പരിമിതിയോ ഒന്നുമല്ല, നദികൾ പോലെ, കടല് പോലെ തുറക്കും. കർത്താവ് എന്നോട് പറയുന്നു, ചില മരുഭൂമിയിൽ സമമായ പ്രശ്നങ്ങളിലൂടെ നീ കടന്നു പോകുന്നത്. പക്ഷേ ഈ മരുഭൂമിയിൽ കണ്ണിൽ പോലും പെടാൻ ഇല്ലാത്ത വെള്ളങ്ങൾ നിന്റെ മുമ്പിൽ നദികൾ പോലെ, ആഴികൾ പോലെ തുറക്കും. നീ അത്ഭുതപ്പെടും. ഇത്രയും വെള്ളം എവിടെ നിന്ന്, ഇത്രയും നന്മ എവിടെ നിന്ന്, ഇത്രയും ഉയർച്ച എവിടെ നിന്ന് എന്ന് ചിന്തിക്കുന്ന നിലയിൽ സാധ്യതയില്ലാത്ത സാഹചര്യത്തിനകത്ത് ഉറവകളെ തുറക്കാൻ ദൈവത്തിന് കഴിയും. ഇന്നത്തെ ദിവസം ഈ തിരുവചനം കേൾക്കുമ്പോൾ ചില അസാധ്യതയുടെ നടുവിൽ നദികൾ പോലെ ചിലത് തുറന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കും. എനിക്ക് ഈ വാക്കാണ് ഇഷ്ടപ്പെട്ടപ്പോഴാണ് ഞാനിത് നിങ്ങൾക്ക് തരുന്നത്. പാറയിൽ നിന്ന് നദികളും ആഴിയുടെ ഉറവുകളും ദൈവം തുറന്നു എന്ന് പറഞ്ഞാൽ ഒരിടത്ത് അടിച്ചപ്പോൾ എല്ലായിടത്തും വെള്ളമായി. നിന്നെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ നിന്റെ ചുറ്റുപാടിന്റെ സ്ഥിതികൾ മുഴുവൻ മാറ്റുന്ന നിലയിൽ ദൈവം ചില വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അനേകരുടെ ദാഹം മാറ്റുന്ന ഒരു വ്യക്തിയാക്കി ദൈവം നിന്നെ തീർക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുക, ദൈവം ചില അസാധാരണ കാര്യങ്ങൾ
ഒരു സാധ്യതയില്ലാത്തിടത്ത് തുറക്കാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. ഈ വചനത്തെ വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മരുഭൂമിയിൽ അസാധ്യതകളുടെ നടുവിൽ വലിയ സാധ്യതകളെ അങ്ങ് തുറക്കുന്നവനാകിയാൽ സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഞങ്ങൾക്ക് അസാധ്യമായവ ദൈവത്തിന് സാധ്യമായിരിക്കാൻ നന്ദി പറയുന്നു പിതാവേ. കർത്താവേ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും കർത്താവ് അവർക്ക് അസാധ്യമായ മേഖലകളിൽ അങ്ങ് അസാധാരണമായി വെളിപ്പെടുവാൻ പോകുന്നതിന് നന്ദി പറയുന്നു. അസാധാരണമായ ചില വഴികളും വാതിലുകളും ഇന്ന് പോലെ അങ്ങ് തുറന്നു കൊടുക്കുന്നതിന് നന്ദി പറയുന്നു. നദികൾ പോലെ ചില കാര്യങ്ങളെ കർത്താവ് അങ്ങ് പുറപ്പെടുവിക്കാൻ പോകുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഓരോ വ്യക്തിയും അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നദികൾ പോലെ ചില അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്കായി തുറക്കുന്നു. പ്രതിസന്ധിയുടെ നടുവിൽ ഞങ്ങൾ ഒരുമിച്ച് തുറക്കാൻ പ്രാർത്ഥിക്കും. ഇപ്പോൾ ഈ വരണ്ട് കിടക്കുന്ന ഈ കുടുംബത്തിനകത്ത് നദികൾ പോലെ ചില ഉറവുകൾ പൊങ്ങട്ടെ. ഒരു സാധ്യതയില്ലാത്ത ജീവിതം നയിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നദികൾ പോലെ ചില ഉറവുകൾ തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ കുടുംബമായി ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. സന്തോഷത്തോടെ തുടരുക. ഈ വചനം നിങ്ങൾക്ക് വിടുതലാണെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. പ്രാർത്ഥന കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഗോഡ് ബ്ലസ് യു. ശലോം.